നമുക്ക് തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങാം. തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദാണ് വാർത്തകളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം സജീവമായോ? തിരുവനന്തപുരം ഉണർന്നു വരുന്നു. പക്ഷേ സജീവമായി എന്ന് ചോദിച്ചാൽ അങ്ങനെ സജീവമായിട്ടില്ല. നേരം വെളുത്തിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. ഇന്ന് കുറേ പരിപാടികൾ, ആ പരിപാടിയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി നമുക്ക് കാണുന്ന ഈ BJPയുമായി ബന്ധപ്പെട്ട പരിപാടികളാണ്. BJPയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡൻ്റായതിനു ശേഷം ചേരുന്ന ആദ്യത്തെ കോർ കമ്മിറ്റി യോഗമാണിത്. ഈ യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ടീം ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു പ്രാഥമിക ചർച്ച നടത്തും. 4 ജനറൽ സെക്രട്ടറിമാർ വേണം, 10 വൈസ് പ്രസിഡന്റുമാർ വേണം, 10 സെക്രട്ടറിമാർ വേണം, ഒരു ട്രഷറർ വേണം. ഇങ്ങനെയാണ് ടീം. പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറി പോസ്റ്റാണ്. ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ ആരൊക്കെ നിൽക്കും, ആരൊക്കെ പോകും, ആരൊക്കെ പുതുതായി വരും എന്നതാണ് അറിയേണ്ടത്. നിലവിലുള്ളതിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ജനറൽ സെക്രട്ടറി പോസ്റ്റിലുള്ള ആളാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായ സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറും എന്ന് ഉറപ്പാണ്. മറ്റൊരു ജനറൽ സെക്രട്ടറിയായ P. സുധീറിനെ മാറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. ഷോൺ ജോർജ് പുതുതായി ജനറൽ സെക്രട്ടറിയായി വരാനുള്ള സാധ്യതയുണ്ട്. തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായ KK അനീഷ് കുമാറും ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ ശോഭാ സുരേന്ദ്രൻ കോർ കമ്മിറ്റിയിൽ നിലവിലില്ല. പക്ഷേ മറ്റൊരാളായ AN രാധാകൃഷ്ണൻ കോർ കമ്മിറ്റി അംഗവുമാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മുമ്പുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് കൊണ്ടുവരുമോ എന്നറിയണം. അതല്ല, വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നറിയണം. അത്തരം കാര്യങ്ങൾ പുതിയ ടീമുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ജനറൽ സെക്രട്ടറി വേണം എന്ന കാര്യത്തിലൊരു ധാരണയുണ്ട്. അത് TV രാജേഷാണോ S. സുരേഷാണോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഈ മതിലിൽ TV രാജേഷിനെതിരെയും മറ്റും പോസ്റ്ററുകളും മറ്റും കണ്ടത്. എന്തായാലും ഇതിനപ്പുറം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും ജില്ലാതലത്തിൽ ജില്ലാ പ്രസിഡന്റ് മാത്രമേ ആയിട്ടുള്ളൂ. 31 ജില്ലകളാണ് അവർക്കുള്ളത്. അവിടെയൊക്കെ സഹഭാരവാഹികൾ വേണം. അത്തരം ചർച്ചകളൊക്കെ ആയിരിക്കും ഇന്ന് നടക്കുക. റോഷ്നി, ശരിയാണ്. അപ്പൊ റഹീസ് പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമിൽ ആരൊക്കെ നേതൃതലത്തിൽ വലിയ അഴിച്ചുപണി വരും, അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷ അത് വലുതാണ്. ഈ ദിവസം നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു ഘടകം അതാണ്.